റൂമിൽ കുറച്ച് പ്ലഗ് പോയിന്റ് കുറവുണ്ട്. ഒന്ന് കുറവുള്ളതുകൊണ്ടാണ് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് വാങ്ങിയത്. പക്ഷേ അതും തികയുന്നില്ല. അപ്പോൾ അതിനൊന്ന് പരിഹാരമായി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് ഉണ്ടാക്കാം. മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്ന ആർഡിനോയുടെ യൂനോ ബോർഡാണ്. നിങ്ങൾക്ക് ഏത് ബോർഡ് വേണമെങ്കിൽ യൂസ് കുറച്ച് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമൽ സ്വിച്ചിൻ്റെ പകരം ടച്ച് സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. TTP223 എന്ന് പറയുന്ന ഒരു ടച്ച് സ്വിച്ചാണിത്. പ്ലഗ് പോയിന്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 4 ചാനലിൻ്റെ 5 വോൾട്ടിൻ്റെ റിലേ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റൻഷൻ ബോക്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു LCD ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിസ്പ്ലേയിൽ ഇത്രയും പിന്നെ നമുക്ക് വെറും 4 പിന്നായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 12C സീരിയൽ ഇൻ്റർഫേസ് മൊഡ്യൂളും യൂസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും അറിയാൻ വേണ്ടി DHT11 എന്ന് പറയുന്ന ഹ്യൂമിഡിറ്റി സെൻസറും ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി HC05ൻ്റെ ബ്ലൂടൂത്ത് മൊഡ്യൂളും ഒന്ന്, ഇൻഡിക്കേഷന് വേണ്ടി ബസറും, അതേപോലെ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി 2 പുഷ് ബട്ടണും എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹെഡർ പിന്നെ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് അലക്സ, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ESP32ൻ്റെ ബോർഡ് യൂസ് ചെയ്യാം. ESP32 നോക്കി കഴിഞ്ഞാൽ ഇൻബിൽഡ് ബ്ലൂടൂത്തും വൈഫൈയും വരുന്നുണ്ട്. എക്സ്ട്രാ വേറൊരു സോഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ആർഡിനോ എക്സ്ട്രാ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആർഡിനോ യൂസ് ചെയ്യണേ. 8266 വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഡേറ്റ പിൻസ് കുറവായതുകൊണ്ട് നമുക്ക് സെൻസേഴ്സ് അധികം കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ 4 സോക്കറ്റ് ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പോയി ചോദിച്ചാൽ അവരെടുത്ത് തരുന്നതായിരിക്കും. അതേപോലെ 2 ഇടാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് എടുത്തിട്ടുണ്ട്. വാങ്ങുമ്പോൾ നോക്കുക, അതിനനുസരിച്ച് സെറ്റ് ആവുന്ന പ്ലഗ് പോയിൻറ്റും വാങ്ങുക. ഈ ചെറിയ ബോക്സിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ കയറ്റാൻ ഉദ്ദേശിച്ച കോഡ്. അപ്പോൾ LCD ഡിസ്പ്ലേൻ്റെ ലൈബ്രറി അതേപോലെ തന്നെ DH11ൻ്റെ ലൈബ്രറി എക്സ്ട്രാ നമുക്ക് കയറ്റണം. കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമായിട്ട് താഴെ കൊടുക്കുക, അതിൽ മെസ്സേജ് അയച്ചാൽ മതി, അയച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ കാണുന്ന പ്ലഗ് പോയിൻ്റ് ഒക്കെ ഊരിയിട്ട് അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. സ്ക്രൂ പോലെ ടൈറ്റ് ആക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് അതിലൊന്ന് ക്ലിപ്പ് ചെയ്തിട്ടാൽ മതി. രണ്ടാമത്തെ ബോക്സിൽ നമ്മളൊന്നും സെറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഊരി എടുത്തിട്ട് നമുക്ക് മേലെ ഭാഗം ഒന്ന് മൂടാൻ വേണ്ടി PVC ഷീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. LCD ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ള ഹോൾസ് അതേപോലെ 2 സ്വിച്ചിന് വേണ്ടിയുള്ള ഹോൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ നമുക്ക് എവിടേക്കാണോ ഹോൾസ് വേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഹോൾസ് ഇട്ട് എടുക്കാം. അപ്പോൾ ഒന്നും കാണിച്ച് ഞാൻ അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല. പുഷ് ബട്ടൺ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പുഷ് ബട്ടൺ സെറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ്, കാരണം അത് നിൽക്കില്ല. എങ്ങനെ സെറ്റ് ചെയ്താലും ഗ്ലൂ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പുഷ് ബട്ടൺ ഇട്ടാണെങ്കിൽ വർക്കാവില്ല. 4 പ്ലഗ് പോയിൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 4 ടച്ച് സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഗ്രൗണ്ടും VCCയും കോമൺ ആയി കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സെറ്റ് പിന്ന് മാത്രം 4 സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിൽ കറക്റ്റായിട്ട് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. പ്ലഗ് പോയിൻ്റ് ഉള്ളിൽ നോക്കിയാൽ N L എന്ന് എഴുതിയിട്ടുണ്ടാവും. N ന്യൂട്രും L ലൈനുമാണ്. അതേപോലെ മേലെ കാണുന്നതാണ് എർത്ത് വലുതായിട്ടുള്ളത്. അപ്പോൾ എർത്ത് മൊത്തമായിട്ട് ഷോർട്ടാക്കി കൊടുക്കുക. അതേപോലെ ന്യൂട്രും മൊത്തമായിട്ട് ഷോർട്ടാക്കി കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ കാണാം എർത്ത് ന്യൂട്രും നമ്മൾ ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ലൈനിൻ്റെ പിന്നാണ്. ലൈന് നോക്കിയാൽ ചെറിയ ചെറിയ കണക്ഷനായിട്ട് നമുക്ക് എടുക്കുക. അത് നമുക്ക് റിലേക്ക് കണക്ട് ചെയ്യണം. അത് നമുക്ക് നേരെ റിലേൻ്റെ ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് നോക്കുകയാണെങ്കിൽ സ്വിച്ച് മാതിരിയാണ് നമ്മൾ റിലേയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. റിലേൻ്റെ ഒരു പിന്നെ നോക്കിയാൽ എല്ലാം നമ്മൾ ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മാത്രം നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നോക്കിയാൽ 3 കോറിൻ്റെ വയറൊന്നും എടുത്തിട്ടുണ്ട്. ഒന്ന് എർത്തിലേക്കും ന്യൂട്രലിലേക്കും ലൈനിലേക്കും കൊടുക്കാനാണ്. അതിലും അതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കളറിൽ. എർത്ത് ഡയറക്റ്റായിട്ട് മേലെ തന്നെ കൊടുക്കുക. അതേപോലെ ന്യൂട്രലും ഡയറക്റ്റായിട്ട് കൊടുക്കുക. ലൈന് നോക്കിയാൽ നമ്മൾ റിലേയിലേക്കാണ് കൊടുക്കേണ്ടത്. ഷോർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു ഹീറ്റ് സ്ലീവ് എടുത്ത് അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഈ ബോക്സിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ചെറിയ ഹോൾസ് അവിടെ ഇട്ടിട്ടുണ്ട്. റിലേൻ്റെ സെറ്റ് പിന്നിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. എക്സ്ട്രാ നമുക്ക് 5 വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു അഡാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് യൂനോയിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് ബോക്സിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. സർക്യൂട്ടും കോഡും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴെ കൊടുക്കുക. അതിൽ ചോദിച്ചാൽ മതി, അയച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.
ഓൾമോസ്റ്റ് എല്ലാ ഡിജിറ്റൽ പിന്നും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെഡർ പിന്നിൽ സോൾഡർ ചെയ്യാൻ നോക്കി, പക്ഷേ നമുക്ക് ക്ലോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം സോൾഡർ ചെയ്ത് വെക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം അതേമാതിരി സ്ക്രൂ ചെയ്ത് വെക്കുക. അപ്പോൾ കോഡും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കുക, മറക്കണ്ട, അതിൽ ചോദിച്ചാൽ മതി. എല്ലാ സർക്യൂട്ടും കാര്യങ്ങളും ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പവർ സപ്ലൈ എടുക്കാൻ വേണ്ടി നമ്മൾ 3 പിന്നുള്ള ഒരു പ്ലഗ് പോയിന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മീറ്റർ വയറിലാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 4 ബോക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 4 സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിന് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഇതേമാതിരി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ഷൻ ചെയ്ത് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഓൺ ആക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൽ നോക്കിയാൽ നമ്മൾ ഡിസ്പ്ലേയിൽ ആദ്യം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ മാത്രമേ അത് കറക്റ്റായി കാണിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ റിലേ 1, റിലേ 2, റിലേ 3, റിലേ 4 3 റിലേൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ തൊട്ടപ്പം നിങ്ങൾക്ക് കാണാം ഓൺ ആവുന്നത്. ഓൺ ആകുമ്പോൾ അറിയാൻ വേണ്ടി ചെറിയൊരു ബസറിൻ്റെ സൗണ്ട് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം കറക്റ്റായി പ്രോപ്പറായി തന്നെ വർക്ക് ആവുന്നുണ്ട്. വർക്കിംഗ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി നമ്മളൊരു ലൈറ്റ് എടുത്തിട്ടുണ്ട്. താഴെയുള്ള 2 ബട്ടൺ എന്താണെന്ന് വെച്ചാൽ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഏകദേശം 2 അവർ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് റിലേയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് റിലേ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓൺ ആയിട്ടുണ്ട്. അതേപോലെ ഓഫ് ആക്കുമ്പോൾ കറക്റ്റായി തന്നെ ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്ലഗ് പോയിന്റിലും ഇതേമാതിരി സെയിം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് സ്വിച്ചാണോ നമ്മൾ നിൽക്കുന്ന, ഏത് റിലേ ആണോ ഓൺ ആവുന്നത് എല്ലാം നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഫസ്റ്റത്തേൽ മാത്രമേ നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നോർമലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ടൈമിൽ നോക്കിയാൽ ഒന്ന് നമുക്ക് ടൈം അപ്പ് ചെയ്യാനും ഒന്ന് ടൈം ഡൗൺ ചെയ്യാനുമാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 മിനിറ്റിലേക്ക് ഒരു ടൈം സെറ്റ് ചെയ്ത് ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ടൈം 1 മിനിറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിലേ 1 ഓണിലാണ് ഉള്ളത്. അതേപോലെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്ത് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് സീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്ത് നമുക്കിതിൽ ഏന്ന് കമൻറ്റ് കൊടുക്കുമ്പോൾ ഓണാക്കാനും ഓഫാക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മിനിറ്റ് ആകാൻ വേണ്ടി നമ്മൾ വീഡിയോ ലേശം സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണ് 24 സെക്കൻഡ്സ് ഉണ്ട് ബാക്കി. അതുപോലെ ടെമ്പറേച്ചറും അതിൽ മെഷർ ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചറും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് ടൈമായിപ്പോൾ അത് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊബൈൽ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ ലെറ്ററിൽ മെസ്സേജ് അയച്ചാൽ അത് ഓണും, അതേപോലെ സ്മോൾ ലെറ്ററിൽ ഓഫുമാണ് വരിക. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ A എന്ന് അയച്ചിട്ടുണ്ട്, അപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി സ്മോൾ ലെറ്ററിൽ A അടിച്ച് നോക്കാം. പിന്നെ നിങ്ങൾക്ക് കാണാം ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് അടുത്തത് വരുമ്പോൾ B, C, D അങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. പിന്നെ നമ്മൾ ചെറിയ ചാർജിങ് ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ. സാധനം എന്തായാലും അടിപൊളിയാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് പ്ലഗൊക്കെ കുത്തി ഇങ്ങനെ ഓൺ ഓഫ് ആക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ടെമ്പറേച്ചറും റൂമിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ